കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവത്തെക്കുറിച്ചാണല്ലോ ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ ഇടയാകുന്നത്. കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു തോട്ടത്തിലാണ്. ഒരുപക്ഷെ അതൊരു യാദൃച്ഛിക സംഭവമൊന്നുമല്ലല്ലോ. തോട്ടത്തിൽ കുഴിച്ചിട്ടു, അപ്പോൾ തോട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റു. അതിൽ കവിഞ്ഞാനുള്ള ഉയർപ്പിൻ്റെ ഒരു സന്ദേശമുണ്ട് ലോകത്തിന് നൽകുന്നത്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. മരണം അവസാനിച്ചിട്ടില്ല, അതൊരു പുതിയ തുടക്കമാണ്. അതാണ് നമുക്ക് നൽകുന്ന ഉയർപ്പ് നൽകുന്ന സന്ദേശം. ഇതിൻ്റെ അവസാനമൊന്നുമല്ല, പുതിയ തുടക്കമാണ്, പുതിയ ജീവനാണ്. എന്താണ് ഈ തോട്ടത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്? വെറുതെ യാദൃച്ഛികമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ തോട്ടത്തിലാണ് ആക്കിയത്. പക്ഷേ പാപം കടന്നു ചെന്നതും അതേ തോട്ടത്തിലാണ്. അത് കാരണം കൊണ്ട് അതേ തോട്ടത്തിൽ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടതും. ലോകം, ഭൂമി ശപിക്കപ്പെട്ടതും ഈ തോട്ടത്തിൽ നടന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പിന്നെൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലൂടെ നൽകുന്ന മെസ്സേജ് എന്താണെന്നറിയാവോ? ശപിക്കപ്പെട്ടതായ, പാപം മൂലം ശപിക്കപ്പെട്ടതായ ഈ മണ്ണിന് കൊടുത്ത ഒരു വീണ്ടെടുപ്പിൻ്റെ സന്തോഷമാണ്. ഉയർപ്പിൻ്റെ മെസ്സേജ് അതാണ്. ശപിക്കപ്പെട്ട, പാപം മൂലം ശപിക്കപ്പെട്ട തോട്ടത്തിനും മണ്ണിനുമൊക്കെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദർ ഈസ് സ്റ്റിൽ ഹോപ്പ്. പ്രത്യാശയുടെ വലിയ ദൂതാണ്. അതിന്ന് ഈ ലോകത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. ഈ ഉയർപ്പിൻ്റെ മെസ്സേജ് എന്താണ്? ഉയർപ്പിൻ്റെ മെസ്സേജ് ഈസ് ഹോപ്പാണ്, പ്രത്യാശയാണ്. ഇന്ന് വായിച്ച വേദഭാഗത്ത് പേടിച്ച് വിറച്ച ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണോ? എന്ത് സംഭവിക്കും അറിഞ്ഞുകൂടാ. ശത്രുക്കൾ ഇപ്പോൾ വരാം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ നല്ല ജോലി ഉണ്ടായിരുന്നവരാണ്, മീൻ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നവരാ, ചുങ്കം പിരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നവരാ. അതെല്ലാം വിട്ട് ഈ യേശുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴോ നേതാവും പോയി, തൊഴിലും പോയി. നാളത്തേക്ക് നോക്കുന്ന അവസരത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത സ്ഥിതി അല്ലേ? ശരിയല്ലേ? പേടിച്ച് വിറച്ച് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ഒറ്റ വാക്കാണ് പറഞ്ഞത്, ഒറ്റ വാക്ക്, പീസ്. പീസ് ദാറ്റ് പാസത്ത് അണ്ടർസ്റ്റാൻഡ്. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. പീസ് ദാറ്റ് പാസത്ത് അണ്ടർസ്റ്റാൻഡ്. മനുഷ്യബുദ്ധിക്ക് അതീതമാണ് അത്. കർത്താവ് അത്രേ പറഞ്ഞോളൂ അല്ലേ? വാതിലടച്ച് പേടിച്ച് പറഞ്ഞ് ശിഷ്യന്മാർ പിന്നെ കാണുന്നത് എവിടെയാണ്? റോട്ടിലാണ് കാണുന്നത് അല്ലേ? അല്ലേ? ആ സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. പേടിച്ച് വരച്ചിരിക്കുക. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായൊരു ദൂതാണിതെന്നാണ് എൻ്റെ വിശ്വാസം. സൂയിസൈഡ് റേറ്റ് വർദ്ധിക്കുകയാണ്, വട്ടുപിടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിറച്ചാണ് ജീവിക്കുന്നത്. വെറുതെ ഈ ദൈവം സൃഷ്ടിച്ച ലോകത്തിൻ്റെ സൗന്ദര്യം കാണാൻ പോലും പോകാൻ മേലെന്നേ. എന്താ സംഭവിക്കുന്നത്? അപ്പോഴും ഇന്നലത്തെ കാര്യം തന്നെ സാർ ഓർമ്മിപ്പിച്ചു. എന്തൊരു കഷ്ടമാണ്. എങ്ങനെയാണ് ജീവിക്കുക? അവിടെയുണ്ട് കർത്താവിൻ്റെ മെസ്സേജ്. ഇനി അങ്ങനെയുള്ള മനുഷ്യരോട് ജീവിപ്പുണ്ട്. എല്ലാ വാതിലും അടഞ്ഞു. ഇനി എന്തിനു ജീവിച്ചിട്ട് കാര്യം? അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ പോലും വെളിച്ചമില്ലെന്നേ. പ്രിയപ്പെട്ടവർ വേർപാട് മൂലമാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഇനി ജീവിച്ചിട്ടെന്താ കാര്യം? ചത്ത് കളയാം എന്ന് ചിന്തിക്കുന്നൊരിടത്ത് അങ്ങനെയുണ്ട്. ദ ക്ലോസ് ഡോർ സിറ്റുവേഷൻ എന്നതിന് പറയാം. വാതിലുകളുടെ അടയ്ക്കപ്പെട്ട അവസ്ഥ.
ദർ ഇസ് നോ ഹോപ്പ്. ഒരു പ്രത്യാശയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് അവസരത്തിലാണ് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മധ്യയിൽ നിന്നത്. അല്ല, ശരിയല്ലേ? കർത്താവ് പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സമാധാനം. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈസ് ലിവിങ്. അതാണ് ഹോപ്പ്. യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് ഹോപ്പ്. അതുകൊണ്ട് എന്തുണ്ടായി? വാതിലടിച്ച് പേടിച്ച് ഉറച്ച ശിഷ്യന്മാർ വാതിലുകൾ തുറന്നു. റോട്ടിലാണ് പിന്നെ കാണുന്നത്. ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ആദ്യം ആർക്കാ പിന്നെ കണ്ട്? സ്ത്രീകൾക്കാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കണ്ട്. തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതാണ്. സ്ത്രീകളാണ് അവിടെ ഓടിച്ചെന്നേ. അതും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും യാദൃച്ഛികമാണ്. കാരണം അവരല്ലേ സുഗന്ധവർഗം കൊണ്ട് ഓടിയേ. അതൊന്നും യാദൃച്ഛികമല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം പാപം ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നൊരു സ്ത്രീ കൂടെയാണ്. സ്ത്രീയാണല്ലോ ഈ സാധാരണ പരിപാടി ഒപ്പിച്ചത്. കാരണം സ്ത്രീ കുറച്ചുകൂടി ലോലഹൃദയമാണ് ഉള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ സാത്താൻ അവിടെ കയറി പിടിച്ചത്. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പോകാൻ മേലായിരുന്നു. അവൾ എത്ര ദുഃഖിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറ്റബോധം കൊണ്ടായിരിക്കും. ഞാൻ കാരണം കൊണ്ടുണ്ടായ ശാപം. ഈ തോട്ടത്തിൽ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നിടത്തുനിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ ഇല്ലേ, അവൾക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് തോട്ടത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, രണ്ടാമത് സ്ത്രീക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് വെറുതെ ഒന്നുമല്ല. കർത്താവ് അവളോട് പറയുന്നു, സ്റ്റിൽ ദർ ഈസ് ഹോപ്പ്. നീ എന്തിനങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുറ്റബോധമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സ്റ്റിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അവളോടൊക്കെ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീകൾ ഇപ്പോഴും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ്. എല്ലാം തുല്യരാണെന്നൊക്കെയാണ് പറയണം. എവിടെ പറഞ്ഞില്ല, എവിടെ വെറുതെ പറയുന്നു എന്നല്ലാണ്ട് വല്ലോട്ടോ. നമ്മളൊക്കെ അവകാശപ്പെടും നിങ്ങൾ തുല്യരാണെന്ന്. ഇവരോട്ട് സമ്മതിക്കൂ തുല്യരാകെ? അവരൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അധികം പറഞ്ഞു അധികം തലയിലൊന്നും കയറണ്ടെന്ന് ഉടനെ. ദേ ആർ സ്റ്റിൽ ഇൻ ടിയേഴ്സ്. തനിച്ച് സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. ഇറങ്ങണം, അപ്പോൾ കാണാം പരിപാടി എന്താന്ന് അല്ലേ. ദേ ആർ ഇൻ ടിയേഴ്സ്. റിസറക്റ്റഡ് ക്രൈസ്റ്റ് പറഞ്ഞതാ അറിയാമോ? ഉയർത്തെഴുന്നേറ്റ് വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ്. സ്ത്രീയെ, നീ എന്തിനാ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനാ ഈ കുറ്റം? ഒരു അംഗീകാരം കിട്ടാൻ ലോകത്തിൽ വല്ലതും ഉണ്ടോ? സ്ത്രീയോട് കർത്താവ് പറയുന്നു, നീ നിൻ്റെ കണ്ണുനീർ തുടയ്ക്കേ. നീ ഭാവഭാരം കൊണ്ട് ഇങ്ങനെ തലങ്കുനിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ മാനിക്കുന്നുണ്ട്. വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ്. അതിനുശേഷമാണ് കർത്താവ് ശിഷ്യന്മാർക്ക്, വാതിലടുത്ത ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ആർക്കാ പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടെ? എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കാണ്. ജീവിതയാത്രയിൽ പലപ്പോഴും നാം ഈ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പോലെയാണ്. എങ്ങനെ? വാടി തളർന്ന് അല്ലേ. അടുത്തിടപഴകുമ്പോഴാണ് മനസ്സിലാകുന്നത്. എടുക്കാനും പതയ്ക്കാനും. പുറത്ത് ചിരിച്ച് കാണിക്കുന്ന ഒന്നേ ഉള്ളൂ അല്ലേ. പുറത്ത് നമ്മൾ നല്ലോണം ചിരിച്ചൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. അകത്ത് മുഴുവനും തീക്കട്ടയും കൊണ്ട് നടക്കുക. വാടിയ പ്രത്യാശയ്ക്ക് വകയില്ലല്ലോ. വലിയ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോൾ ഒന്നും പ്രത്യാശയ്ക്ക് ഒരു വഴിയില്ല. കഴിഞ്ഞു, തീർന്നു, വാടി തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ജീവിതയാത്രയിലും വാടിത്തളർന്ന് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. നമ്മളൊക്കെ ജീവിതയാത്രയിൽപ്പെട്ടവരാണ്. പോകുമ്പോഴൊക്കെ വാടിത്തളർന്ന് സങ്കടവും ദുഃഖവും പറയാനേ നേരമുള്ളൂ. എന്തെല്ലാം ദുഃഖം പറയാനുണ്ട് പറയാൻ, അത് മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ആ സമയത്തൊക്കെ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് വാസ് വിത്ത് ദം അല്ലേ. ഉണ്ടായിരുന്നില്ലേ? അവർക്ക് മനസ്സിലായില്ലെന്നുള്ള സത്യമാണ്. അവർക്ക് ആ സാന്നിധ്യം മനസ്സിലായില്ലെന്നുള്ളത് സത്യമാണെങ്കിലും ദാറ്റ് പ്രസൻസ് വാസ് ദെയർ. നമ്മുടെ പ്രശ്നം ഏതാണ്? ഈ ജീവിതയാത്രയിൽ ഞാൻ ഏകനാണെന്നും ഈ ജീവിതയാത്രയിൽ എടുക്കാവുന്നതിനേക്കാൾ അപ്പുറം ഭാരം വലിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നും എന്ന് ചിന്ത കാരണം കൊണ്ട് നമുക്ക് വിചാരം ഞാൻ തനിച്ചാണെന്നാണ്. അല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് തരുന്ന വലിയ ഹോപ്പ് അതാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. നിങ്ങളുടെ യാത്രയിൽ ഞാൻ കൂടെയുണ്ട്.
പിന്നെ കണ്ണ് തുറന്ന എപ്പോഴാണ്? ഇൻ ദ ഈവനിങ്, ജീവിതയാത്രയിൽ അതിൻ്റെ സായാഹ്നത്തെ എത്തിയപ്പോഴാണ് കണ്ണ് തുറന്നു കൊടുത്തത്. കണ്ണ് തുറന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി, അയ്യോ ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ വേദനിച്ചപ്പോഴും ദുഃഖിച്ചപ്പോഴും ഇവൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നല്ലോ. ഇത് നമ്മെ ധൈര്യപ്പെടുത്തണം, നമ്മെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. വേണ്ട, ഇത് ധൈര്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ ധൈര്യപ്പെടുത്താൻ പറ്റുന്നു? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ 5 മിനിറ്റും കൂടെ തന്നുകൊണ്ട് 8:30 അവസാനിപ്പിച്ചോളം എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് കാരണം കൂടി ഞാനൊന്ന് ഷോർട്ട് ചെയ്യും. നമ്മൾ പിന്നീട് കർത്താവ് കാണുന്നത് തോമസിനെ പ്രത്യക്ഷപ്പെടുന്ന അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ല. പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്കാണ് അല്ലേ? അവർ പറഞ്ഞു ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാ. വലിയ തൊപ്പരം കണ്ടിച്ച് അവൻ്റെ പുറകെ നടന്നു. എന്നിട്ട് എന്തായി? ഉള്ള പണിയും കളഞ്ഞു അല്ലേ? ഇപ്പോൾ അവസാനം ശത്രുക്കൾ പുറകില്ലേ, ഭക്ഷണം കഴിക്കാനുള്ള വകയില്ല, മതിയാക്കി. ഇവരെല്ലാം ഭയങ്കര എക്സ്പേർട്സാണ് മീൻ പിടിക്കുന്നതിൽ. മീൻപിടുത്തക്കാരല്ലേ അവരെല്ലാം. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. എന്നാൽ അവർക്കറിയാം അവർ ജനിച്ചതും വളർന്നും ഈ സമുദ്രത്തിൽ. അപ്പോൾ എവിടെ വീശണം, എപ്പോൾ വീശണം, ഇതൊക്കെ നല്ല തിട്ടമുണ്ട്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. രാത്രി മുഴുവനും മീൻ പിടിച്ചു. യേശു കരയിൽ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. നേരത്തെ കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അത്രേ ചോദിച്ചുള്ളൂ. കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവർ മറുപടി പറഞ്ഞു, എൻ്റെ യേശു അന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്നുമല്ല പറയുന്നത്. അവനോട് പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു ഊപ്പയെ പോലും കിട്ടിയില്ലെന്നേ എന്ന് പറഞ്ഞു. ഊപ്പയെ പോലും കിട്ടിയില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ തൊഴിൽ രംഗങ്ങളിൽ പരാജിതരായിരിക്കുന്നവർ അല്ലേ. ദീർഘകാലം അധ്യാപകനായിരുന്നു, ദീർഘകാലം ഡോക്ടറായിരുന്നു, ദീർഘകാലം ഹൗസ് വൈഫായിരുന്നു. ആദ്യകാലങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല, മിട്ടുപിടുക്കി നല്ലോണം എക്സ്പീരിയൻസ് അങ്ങ് കൂടി കഴിഞ്ഞത് ഇപ്പോഴോ ആകെ പരാജയം. 2 പിള്ളേരെ വളർത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ വന്നപ്പോൾ തലതിരിക്കുന്നു. ഒരു പരിചയമില്ലാണ്ട് വളർത്തിയത് 2 വളർത്തി പരിചയം കൊണ്ട് 3ാമത്തെ വളർത്തിയത്. അപ്പോഴത്തേക്ക് 3ാമത് കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവരുടെ എക്സ്പെർട്ടീസ് പരിചയമാണ്. സാധാരണ നിലയിൽ അവർ പറയേണ്ട മറുപടി എന്നായിരുന്നു, എനിക്ക് യേശുവാണെന്ന് മനസ്സിലാക്കിയോണ്ട് മീൻ പിടിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഇവിടെ എവിടെ വീശണം, എന്ത് ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മിണ്ടാണ്ട് ഭാഗത്തിരുന്നോണം അല്ലേ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. എവിടെ വീശണം, പിടിക്കണം, എനിക്കറിയാൻ മേലാത്തൊരു പണിയൊന്നും അതിനെക്കുറിച്ചൊന്നും വലിയ വർത്തമാനമൊന്നും പറയണ്ട. അങ്ങനെ വേണം പറയാൻ അല്ലേ. കാരണം ദേ ആർ എക്സ്പേർട്സ്. എവിടെ വീശണം നിശ്ചയമുണ്ട്, നല്ല നിശ്ചയമുണ്ട്. ഇതൊക്കെ എത്ര നാൾ കണ്ട പണിയായത്. അപ്പോൾ പക്ഷെ അതൊന്നും പറഞ്ഞില്ല. അവർ വലത്തോട്ട് വീശലാന്ന് പറഞ്ഞു, അപ്പം മീൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ മീൻ ഈ വല വീശുന്നവർ ഇവിടെ വല്ലൊരു ഇരിപ്പുണ്ടോ? കാരണം ഇവിടെ വലിയ പതിവുണ്ടാവാൻ സാധ്യത കുറവാണ്. ഈ പടിഞ്ഞാറൻ പ്രദേശത്താണെങ്കിൽ അവർക്ക് നല്ല നിശ്ചയമാണ് അല്ല. വീട്ടിലിപ്പോൾ ഇന്ന് മീനില്ലെന്ന് കണ്ട ഉടനെ വലയെടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒന്ന് വീശി കറി വയ്ക്കാനുള്ള മീൻ എന്തായാലും കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. വീശുന്നത് എപ്പോഴും ഇടത്തോട്ടാണ്, വലത്തോട്ടല്ല വീശുന്നത്. ഇടത്തോട്ടേ വീശാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. അപ്പം ഇടത്തോട്ട് വീശിട്ട് ഇവരൊക്കെ ഒരു മീനും കിട്ടാണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ തച്ചൻ ജോസഫിൻ്റെ മകൻ പറയുന്നു, എടാ വലത്തോട്ട് വീശടാ. നമ്മളാണെങ്കിൽ ഓടിച്ചേനെ, നീയാണ് എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത്. എന്നാൽ അവർ വീശിപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങളെന്നെ ആലോചിച്ചു. വലത്തോട്ട് വീശണമെങ്കിൽ ഒന്നുകിൽ നീ നിൻ്റെ വള്ളം തിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വലത്തോട്ട് വീശാൻ പറ്റുക? ഇടം വലമാകണമെങ്കിൽ ഒന്നുകിൽ നീ വള്ളം തിരിക്കണം, അല്ലെങ്കിൽ നീ തിരിയണം. അല്ലാണ്ട് തിരിക്കാൻ പറ്റുമോ?
കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്താടാ, മനുഷ്യനെ പിടിക്കാൻ വിളിക്കാക്കിയവൻ മീൻ പിടിക്കാൻ പോയ എങ്ങനെയിരിക്കും? മനുഷ്യനെ പിടിക്കുവാൻ വിളിച്ചാക്കിയവൻ മീൻ പിടിക്കാൻ പോയാൽ എങ്ങനെയിരിക്കും? അവർ വലത്തോട്ട് തിരിഞ്ഞു. അവർക്ക് മനസ്സിലായി സംഭവം എന്താന്ന്. ഞങ്ങളെ ദൈവം തമ്പുരാൻ വിളിച്ചാക്കിയത് മനുഷ്യരെ പിടിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ എന്ത് കിട്ടി? വട്ടപ്പൂച്ച, ഊപ്പേ പോലും കിട്ടിയില്ല. ഊപ്പേ പോലും. കർത്താവ് പറഞ്ഞ് വലത്തോട്ട് തിരിയടാന്ന്. ഒറ്റ വലത്ത് തിരിഞ്ഞു, ഒറ്റ വീശൽ. എത്ര മീൻ കിട്ടി? ഓ, ജീവിതത്തിൽ ഇത്ര മീൻ പിടിച്ചിട്ടില്ല. അത് അവസാനത്തെയും ആദ്യത്തെയും മീൻ പിടുത്തമായിരിക്കും ഇത്ര അധികം മീൻ കിട്ടിയ. പിന്നെ ജീവിതത്തിൽ മീൻ പിടിക്കാൻ പോയി കാണത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ അല്ലേ, ജീവിതത്തിൽ പരാജിതരായിത്തീരുന്ന അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ അച്ഛന്മാരായിട്ടാകാം, മെത്രാനായിട്ടാകാം, രാഷ്ട്രീയക്കാരനായിട്ടാകാം, അധ്യാപകനായിട്ടാകാം. ഏത് ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ പരിചയസമ്പന്നത കൊണ്ട് നേടിയെടുക്കാമെന്ന് കരുതിക്കൊണ്ട് നാം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നാം പരാജിതരായി തലകുനിക്കുന്ന ജീവിതാനുഭവമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുന്നു, എടാ കുഞ്ഞെ, നീ തിരിയേണ്ട സമയമായി. യു ഹാവ് ടു ടേക്ക് എ യു ടേൺ. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ലടാന്ന് കർത്താവ് പറഞ്ഞു. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോട് തമ്പുരാൻ പറയുന്ന ഉയർപ്പിൻ്റെ മെസ്സേജാണ്. എൻ്റെ കാര്യം ഇതാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. നീ തിരിയണം. അപ്പോൾ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? മീനെ പിടിക്കാൻ ബലം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് നീ വീശിക്കൊണ്ടിരിക്കും, രാത്രി മുഴുവൻ അധ്വാനിക്കും. ഇതെനിക്കറിയാമല്ലോ, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും പോണ്ട. ഞാൻ എത്ര നാളായി കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ മീൻ പിടിച്ച് വീശിക്കൊണ്ടിരിക്കുക തന്നെ. ഒരു ചുക്കും കിട്ടത്തുമില്ല, ഒരു ഊപ്പയിലും കിട്ടുന്നില്ല. ഞാൻ ഞങ്ങളോട് പറഞ്ഞതാണ് ആദ്യം, എത്ര കൊല്ലം വീശി, ഒരു ഗുണമില്ല. വീശിയിട്ട് ഒരു ഗുണവുമില്ല. പള്ളി പണിതൊന്നും മാത്രമാണ്. അത് പള്ളി പണിയാനൊന്നുമല്ല, അത് അച്ഛന്മാരുടെ പണിയാണോ പള്ളി പണി? പിന്നെ കൂടെയൊക്കെ നിന്ന് കൊടുക്കണമെന്നുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ഛൻ്റെ തൊപ്പിയിൽ, ഇനി അച്ഛനെ യാത്രയപ്പിനകത്ത് മുഴുവൻ പറയും അച്ഛൻ്റെ തൊപ്പിയിൽ സ്വർണ്ണത്തൂവൽ. അതുകൊണ്ട് അച്ഛനെ ബഹ്റൈനിലേക്ക് ഇട്ടാണ്. വെറുതെ അച്ഛന്മാരാണ്, എൻജിനീയർമാരാണ്, ബേക്കാട്ട് പണിയാണെന്ന് അച്ഛന്മാരെ ഏൽപ്പിച്ചത് അല്ല. അവരെ ഏൽപ്പിച്ച പണി എന്ന് പറഞ്ഞ് ജനങ്ങളെ കർത്താവിനോടൊപ്പം ബിൽഡ് ചെയ്യാനാണ്. മനസ്സിലായോ? അച്ഛൻ്റെ ശുശ്രൂഷ മൂലം ഇവിടെ ഇരിക്കുന്ന എത്ര പേർ യേശു കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാനിടയായിത്തീർന്നു. അതിന് അളവ് പോലില്ല, അതിന് അളക്കാൻ പറ്റത്തില്ല. ഇതിലൊക്കെ അളക്കാനല്ലേ പറ്റുള്ളൂ. പള്ളി വേണ്ടത് എല്ലാവർക്കും കാഴ്ച. ഞാൻ അച്ഛനെ അഹങ്കരിച്ച് പൊങ്ങിപ്പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം ഇവിടെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും പറഞ്ഞു അച്ഛൻ ഭയങ്കരനാണ്. അച്ഛൻ പണം പിരിക്കാൻ എന്നോട് ആരാണ്ട് രഹസ്യത്തിൽ പറഞ്ഞു അച്ഛൻ ഭയങ്കര മിടുക്കനാണ്, പണം പിരിക്കാൻ അച്ഛൻ്റെ സൂത്രപ്പണികൾ അറിയാം. ഇതൊന്നുമല്ലെന്നേ, ഇതൊന്നുമില്ല. അതാ കുര്യൻ സാറ് പറഞ്ഞു, ഇതൊന്നും അല്ലെന്നേ. ജനങ്ങളെ തമ്പുരാനോടൊപ്പം ബിൽഡ് ചെയ്യാൻ പറ്റും. പണ്ട് ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി എന്നോട് ചോദിച്ചു, അച്ഛൻ ഹൂ ഈസ് എ സക്സസ്ഫുൾ പാസ്റ്റർ? ഇതിനോട് ബന്ധപ്പെട്ട തുല്യമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛന് ഒരു പള്ളിയിലുണ്ടാവും, പള്ളിയിൽ 2 വർഷമോ 3 വർഷമോ 100 200 300 വീട്ടുകാരൊക്കെ കാണും. അച്ഛൻ്റെ ഇടവയിലെ ശുശ്രൂഷ മൂലം എന്താണ് സാധിക്കേണ്ടത്? ഒന്നും വേണ്ടിയില്ല. ഞാൻ പട്ടം കിട്ടിയ തുടക്കത്തിലാണ്, ഞാൻ 78 അച്ഛനായി. ഇത് 79 ജനുവരിയിലാണ് ഈ സംഭവം. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ ശുശ്രൂഷമാല സാധിക്കേണ്ടത് ഏൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാനിടയാകണം. അതിനുവേണ്ടി മാത്രമാണ് പരിശ്രമിക്കാവൂ. ഇതൊരു പക്ഷേ ജനം അംഗീകരിക്കുകയില്ലായിരിക്കും, ഞങ്ങൾ മെത്രാന്മാരും അംഗീകരിക്കുകയില്ലായിരിക്കും. അച്ഛനിരുന്ന കാലത്ത് പണിത പള്ളിയും പാഴ്സനേജും പാരിഷോടും, അച്ഛൻ മിടുക്കൻ, സമർത്ഥൻ, കാശുണ്ടാക്കാൻ മിടുക്കനാണ്, ഓർഗനൈസ് ചെയ്തു എന്നൊക്കെ പറയുമായിരുന്നു.
അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് പിന്നെ ആരാ ചെയ്യാൻ? അച്ഛന്മാരെ നേതൃത്വം കൊടുത്തേ പറ്റുള്ളൂ. നേതൃത്വം കൊടുക്കുക, അതൊക്കെ അതല്ല മിനിസ്ട്രി. ജനത്തെ ബിൽഡ് ചെയ്യണം. ജനത്തെ അവരെത്ര പേർ യേശു കർത്താവുമായിട്ട് ആഴത്തിൽ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായിത്തീർന്നു. അതാണ് മിനിസ്ട്രി. എന്നിട്ട് പറഞ്ഞു, അവർ നേരത്തെ പറഞ്ഞതൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അംഗീകാരത്തിൻ്റെ പുറകെ പോകരുത്. അംഗീകരിക്കപ്പെടുവാൻ യോഗ്യനായവൻ അംഗീകരിക്കപ്പെട്ടേ മതിയാവും. ഭയങ്കര ഉപദേശമാണ്. എൻ്റെ ഇതുവരെയുള്ള മിനിസ്ട്രി മുഴുവനും സ്വാധീനിച്ച ഒരു ചെറിയ ഉപദേശം. അതാണ് ഇന്ന് നമുക്ക് എന്താണ് ആവശ്യം? സഭയ്ക്ക് എന്താണ് ആവശ്യം? എൻ്റെ ഒരു സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന രണ്ട് വലിയ പ്രശ്നം, ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വലിയ പ്രശ്നം. ഒന്ന്, ഡൈവോഴ്സ് റേറ്റ് ഈസ് ഇൻക്രീസിങ് ലൈക്ക് എന്നത്. അത് ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടണത്തിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുക. രണ്ട്, ഇൻ്റർ റിലീജിയസ് മാരേജസ് ആർ ഇൻക്രീസിങ് ലൈക്ക് എനിത്തിങ്. അതും വലിയ പ്രശ്നമാണ്. എൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ കണ്ടുപിടിച്ചതല്ല, സത്യം അതാണ്. നമ്മൾ ഇന്ന് നല്ല കുട്ടികളെ വളർത്തുന്നു. യേശുവുള്ള കുട്ടിയെ വളർത്താൻ പരാജയപ്പെട്ടു പോയി. 104-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് ഇടവകയോട് പറയാനുള്ള ഇതാണ്, യേശുവുള്ള കുട്ടിയെ വളർത്തണം. നല്ല കുട്ടിയെ വളർത്തിയിട്ട് ഒരു ഗുണമില്ല. നല്ല കുട്ടിയെ വളർത്തിയ നേരത്തെ പറഞ്ഞ പോലെ നല്ലവനെ തപ്പും. യേശുവുള്ളവനെ വളർത്തണം. കാരണം മാമോദിസ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തന്നപ്പോൾ സഭ നിങ്ങളോട് പറഞ്ഞ അതല്ലേ? എന്ത് പറഞ്ഞു? നിങ്ങൾ ക്രമമായി പ്രാർത്ഥിച്ചോണം. ഈ കുഞ്ഞ് വളർന്നതനുസരിച്ച് കർത്താവായ യേശു മിശിഹായുള്ള വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും വളർത്തിക്കോണം. ഈ പ്രായമായപ്പോൾ സ്വയമായി സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായി കൈക്കൊള്ളുന്നു, പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ വളർത്തിക്കോണം. ഇന്ന് എത്ര അപ്പൻ ചോദിച്ചിട്ടുണ്ട്, എത്ര അമ്മ ചോദിച്ചിട്ടുണ്ട്, എത്ര സൺഡേ സ്കൂൾ ടീച്ചർ ചോദിച്ചിട്ടുണ്ട്. ബിരുദ പരീക്ഷയ്ക്ക് പണിപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. 15 വർഷം നമ്മുടെ കയ്യിലൊരു കുട്ടി പഠിച്ചിട്ട് പോകുമ്പോൾ, അടുത്ത കാലത്ത് നടന്നൊരു സംഭവം, എത്ര സുവിശേഷമുണ്ടെന്ന് ചോദിച്ചപ്പോൾ 6. അവൻ്റെ കൂടെ 2 എണ്ണം കൂടി ഇട്ടു. പറഞ്ഞു മനസ്സിലാക്കുന്നു. 6 സുവിശേഷമുണ്ട്. ആരാ ഉത്തരവാദി? ഇവിടെ ഇരിക്കുന്ന പ്രായമായ അപ്പനും അമ്മയും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം മുട്ടേ നിൽക്കുന്ന അപ്പനെയും തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പിടുന്ന അമ്മയെയും കണ്ട് വളർന്നിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മുടി നരച്ചവരെല്ലാം. നിങ്ങളുടെ മക്കൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു ആ കാലമൊക്കെ പോയി, എന്നെ ഈ കൊച്ചുമക്കളെങ്കിലും ഒന്ന് കാണട്ടെന്നേ. അവർ നിങ്ങളല്ലേ വളർത്തണേ, അവരും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ അടുത്ത കാലത്ത് ഒരു യൂത്തിൻ്റെ മീറ്റിങ്ങിൽ, എനിക്ക് സമയം പോയിന്ന് അറിയാം, 4-2 മിനിറ്റ് കൂടി പറയാതെ പോകുന്നത് ശരിയാണ്. മീറ്റിങ്ങിൽ അവരോട് ചോദിച്ചു, ഞങ്ങളുടെ UNSCക്കാരെയൊക്കെ കണ്ടപ്പോൾ, ഞാൻ 16 സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ UNSCക്കാരെയൊക്കെ കണ്ടു. ഒരു ഏവറേജ് 80 പിള്ളേർ വീതം ഉണ്ടായിരുന്നു 16 സ്ഥലത്ത്. അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ പ്രസംഗിക്കാനൊന്നുമല്ല പോയി, അവരൊക്കെ പരിചയപ്പെടാൻ. അവരോട് ചോദിച്ചൊരു ചോദ്യം, 3 ചോദ്യം ചോദിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. എത്ര കൈ പൊങ്ങിക്കാണും? കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള വീട് എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എത്ര കൈ പൊങ്ങിക്കാണും? 80 കുട്ടികളോട് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. 6. അവർ ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 കുട്ടികളും കാണുമായിരിക്കും, അറിഞ്ഞുകൂടാ. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അനീഷച്ചൻ ഉൾപ്പെടെ, കർത്താവെ കൈ പൊക്കാൻ പറയല്ലേ, കൈ പൊക്കാൻ പറയല്ലേ. ഞാൻ കൊച്ചാക്കി പറഞ്ഞാൽ എനിക്കറിയാം മാർത്തോമാ സഭയിൽ ഇതാ സ്ഥിതിയെന്ന്. ഇപ്പോൾ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള വീടുകളുടെ എണ്ണം കുറവാണ്. സെക്രട്ടറി അടുത്ത പ്രാവശ്യം റിപ്പോർട്ട് എഴുതുമ്പോൾ പറയാൻ സാധിച്ചെങ്കിൽ, കർത്താവേ ഞങ്ങളുടെ ഇടവകയിലെ 120 വീടല്ലേ,
എത്ര 100 വീട്ടിലും കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള ഇടവയാണിത് എന്ന് പറയാൻ സാധിച്ചെങ്കിൽ ഞാൻ സ്വപ്നം കാണുക. അങ്ങനെ ഏതെങ്കിലും ഇടവകയിൽ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ദൈവമേ അതൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പിന്നെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും വേദവസം വായിക്കുന്നവരുണ്ട്? 6 നേരത്തെ 6 ഒന്നുകൂടെ കൂടി 7. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റ് തനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്? അത് പകുതി ഇങ്ങനെ പൊങ്ങിയിട്ട് 8 നിന്നു. മാർത്തോമാ സഭയുടെ പരിച്ഛേദമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇതിൽ നിന്നും മെച്ചപ്പെടാൻ വഴിയൊന്നുമില്ല, സാധ്യതയില്ല. അച്ഛനാകെ സങ്കടത്തില്ല. അപ്പം ഇരിപ്പോയി കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് പള്ളി പണിതിട്ട് ഈ അത്തിമെത്രാൻ ഒന്നൊരു ഗുണം പോലും എന്നെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ആശുവാക്കി കളഞ്ഞല്ലോ. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് സാധിക്കത്തില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാ ഗുണം? അതാണ് കുര്യൻ സാറ് വീണ്ടും വീണ്ടും പറഞ്ഞത്. പള്ളി വേണം, നല്ലതാണ്, മോശമില്ല, അത് വേണം തീർച്ചയായിട്ടും. എനിക്കതിന് അഭിപ്രായ വ്യത്യാസമില്ല. നല്ല പള്ളി വേണം, ആരാധനായിടം നല്ല ഭംഗിയായിട്ട് ചന്തമായും വേണം ഒക്കെ. പക്ഷേ നമ്മളുടെ സ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. എനിക്ക് യേശു ആരാണ്? ഞാൻ നല്ലവനായിട്ട് മാത്രം ജീവിക്കുകയാണോ? യേശുവാണ് എൻ്റെ കർത്താവ്, രക്ഷിതാവ്, എൻ്റെ ദൈവം, എൻ്റെ എല്ലാം തമ്പുരാനാണ്. നവീകരണ കാലഘട്ടത്തിൽ ഈ സഭയിലെ 100% ഇങ്ങനെ പറയുമായിരുന്നു. ഇന്ന് അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ? എനിക്കറിയാൻ വരും. ഞാൻ എൻ്റെ കുറ്റബോധം കൊണ്ട് പറയുന്നത്. ഇതിൻ്റെ ഭാഗം കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതിന് എങ്ങനെ മറുപടി കൊടുക്കും കർത്താവ് എന്നാണ് എൻ്റെ ചിന്ത. എന്നാലെങ്കിലും കർത്താവിനോട് പറയും, ഞാനിതൊക്കെ പോന്നോടത്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ കർത്താവ്, ഗുണമുണ്ടാവും, ഞാനാണോ ഉത്തരവാദിത്വം ചോദിക്കാമല്ലോ എന്നൊരു ചിന്ത. ഇതാകണം. ഇതിനു വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് യത്നിക്കേണ്ടത്. ഇടവ ക്രൈസ്തവ സമിതിയൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. പെയിൻ്റ് അടിക്കുമ്പോൾ വെള്ളയടിക്കണോ പച്ചയടിക്കണോ എന്നല്ല, അതിനുവേണ്ടി അരമണിക്കൂർ കളയുന്നതിനും 5-6 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ വീട്ടിലും പോകണം. പോയിട്ട് ചോദിക്കണം, ആ വീട്ടിലെ കാർനിരയും മുതൽ താഴെയുള്ളവരെ ഇരുത്തിയിട്ട് ചോദിക്കണം, എന്താ യേശു നിനക്ക് ആരാന്ന് ചോദിക്കണം. യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ ചോദിക്കണം. അങ്ങോട്ട് ഒരെണ്ണം തെറി വിളിക്കും, യാതൊരു സംശയമില്ല. തെറി വിളിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നായി. അന്ന് രാത്രി അയാൾക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ കർത്താവ് ഇതുവരെ പണം പിരിക്കാനേ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നോളൂല്ലോ. ഇപ്പം ഞാൻ നിത്യജീവൻ്റെ അനുഭവത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ വന്നിട്ട് ഞാൻ അവരെ ആട്ടി ഓടിച്ചല്ലോ കർത്താവേ. പിറ്റേ ദിവസം കാലത്ത് ഓടി വരും. ഒന്നും നടന്നില്ലെങ്കിലും ക്രൈസ്തവ സമിതി അംഗങ്ങളെങ്കിലും ഗുണപ്പെടും. കാരണം ഇവർ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണമെങ്കിൽ ഈ അനുഭവം അവർക്കുണ്ടാവണ്ട, അല്ലാണ്ട് ഇപ്പോൾ ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ വിചാരിക്കരുത് കർത്താവേ കുർബാന നടന്നില്ലായിരുന്നെങ്കിലും വേണ്ടില്ല, ഈ മനുഷ്യനെ വിളിക്കണ്ടായിരുന്നു. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇത് ഇന്ന് ഈ സഭയ്ക്ക് ആവശ്യമാണ്. യേശുവാണ് എല്ലാം. യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവും ദൈവവുമാണ്. ഏതാണ് എൻ്റെ ഭവനത്തിൻ്റെ അടിസ്ഥാനം? എൻ്റെ തലമുറകൾ, അങ്ങനെയുള്ള തലമുറകളെയാണ് വാർത്തെടുക്കുക. ഇത് സൺഡേ സ്കൂൾ ടീച്ചർമാർ പറയണം, ചെയ്യണം, ഇടവക ചെയ്യണം. ഇത് സാധ്യമാകുമോ? അപ്പോഴാണ് നമ്മുടെ ഇടവകത്തിനുമൊക്കെ ഇതാണ് പുനഃപ്രതിഷ്ഠയുടെ അവസരം. ഒരുപാട് കാര്യങ്ങളുണ്ട്. പുനഃപ്രതിഷ്ഠയുടെ അവസരമാകണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് ചോദിക്കുന്നതും ഇത് തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി ആയിട്ട് തീരണം. അല്ലെങ്കിൽ വെറുതെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയല്ല. ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഈസ് എ റിയാലിറ്റി ഇൻ മൈ ലൈഫ്. ഇത് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഇടവക ദിനം ആഘോഷങ്ങൾ അർത്ഥവത്തായിട്ട് തീരുന്നത്. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ.